ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിനിമയെ പറ്റിയിട്ടാണ്. സിനിമയെ പറ്റിയിട്ട് പറയുമ്പോൾ സിനിമയുടെ റിവ്യൂ അല്ല ഉദ്ദേശിക്കുന്നത്. സിനിമയിലെ ചില ഡയലോഗുകളൊക്കെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ കണക്റ്റ് ആവുന്നു എന്നാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ ഞാൻ ചുരുളി എന്ന് പറയുന്ന സിനിമ കണ്ടു. ആദ്യമായിട്ട് കാണുന്നതല്ല, ഇതിന് മുമ്പ് 4-5 പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചുരുളി. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും കാണണം. ഹൈലി റെക്കമെൻഡ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണാം. ഇന്നലെ ഞാൻ ആ സിനിമ കണ്ട സമയത്ത് ഇതിന് മുമ്പ് കണ്ടപ്പോൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് ഡയലോഗുകളും കുറച്ച് വിഷ്വൽസൊക്കെ വീണ്ടും കാണാൻ പറ്റി. അതുതന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും. അത് ഓരോ തവണ കാണുന്തോറും പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പുതുമ സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് ചുരുളി. അപ്പോൾ അതിനകത്ത് ഒരു ഡയലോഗ് പെട്ടെന്ന് കേട്ടപ്പോൾ എൻ്റെ ലൈഫുമായിട്ട് പെട്ടെന്ന് സ്ട്രൈക്കായി, പെട്ടെന്ന് കണക്റ്റ് ആയിപ്പോയി. ആ ഒരു ഡയലോഗാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡയലോഗിലേക്ക് പോകാം. ആ ഡയലോഗ് ഇവർ ചുരുളിലെത്തില്ലേ, അതായത് ഈ ചെമ്പൻ വിനോദ് ജോസും വിനയ് ഫോർട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം കൂടെ ചുരുളിയിലെത്തിക്കഴിഞ്ഞിട്ട് ആ കള്ള് ഷാപ്പിൻ്റെ പുറകിൽ വെച്ചിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയത്. ചെമ്പൻ വിനോദ് ജോസ് വിനയ് ഫോർട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് പറയുന്നുണ്ട്, എടാ നിന്നെയൊക്കെ ആരടാ പോലീസിലെടുത്തേ, നീയൊക്കെ പൈസ കൊടുത്തിട്ടാണോ പോലീസ് ചേർന്നത്, ഒരുമാതിരി ഇരുട്ടുമ്പം വീട്ടിൽ കയറുന്ന മണവണാഞ്ചന്മാരെ പോലെ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ചിലപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഒരു ഡയലോഗ് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം, ചിലപ്പോൾ സ്ട്രൈക്ക് ആയിട്ടുണ്ടാവില്ല. എനിക്കത് പെട്ടെന്ന് സ്ട്രൈക്കായി. കാരണം എനിക്ക് ആ ഡയലോഗ് കേട്ട സമയത്ത് എൻ്റെ ഒരു കോളേജ് ടൈമിലേക്കൊക്കെ എന്നെ പിടിച്ചുകൊണ്ട് പോയ ഒരു ഡയലോഗായിരുന്നു അത്. അതിനകത്ത് ഈ ഇരുട്ടുമ്പോൾ വീട്ടിൽ കയറുന്ന മണഗുണാഞ്ചന്മാർ, അതാണ് എന്നെ പ്രത്യേകം സ്ട്രൈക്ക് ചെയ്തത്. എനിക്ക് ഈ ഡയലോഗ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം എൻ്റെ നാട്ടിലുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കുറച്ച് ആളുകൾ. അവർ ഇരുട്ടുന്നതിന് മുമ്പേ വീട്ടിൽ കയറണം എന്നുള്ള ഒറ്റ ഒരു ഡിമാൻഡ് മാത്രമേ അവർക്കുള്ളൂ. അവർ പുറത്തേക്ക് അധികം വരില്ല, നമ്മളിലൂടെ ഒന്നും മിങ്കിളാവില്ല, അധികം സംസാരിക്കില്ല. എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം സംസാരിച്ച് അപ്പം തന്നെ വീട്ടിലേക്ക് ഓടും. അല്ലെങ്കിൽ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നിൽക്കുകയില്ല. ഒരു 6 മണിക്ക് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇരുട്ട് വീട്ടില്ലേ, ആ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണാൻ പോലും കിട്ടില്ല. അവർ വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും. അങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അവർ എന്താണെന്ന് അറിയില്ല, സൗഹൃദം എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന തമാശകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കൂടിച്ചേരലെ പറ്റിയിട്ടോ ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ, ആ ഡിസ്കഷനിൽ ഉണ്ടാകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ആ രാത്രി കാലങ്ങളിൽ ഉണ്ടാക്കുന്ന കുറേ എൻ്റർടൈൻമെൻറ്റുകൾ, അതൊന്നും അറിയാത്ത കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഈ ഡയലോഗ് കേട്ട സമയത്ത് അത്തരത്തിലുള്ള കുറച്ച് ആളുകളെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഡയലോഗ് പെട്ടെന്ന് കണക്റ്റ് ആയത്. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ ഒരു ക്യാരക്ടറിനൊരു പ്രത്യേകതയുണ്ട്. ഇവരാരെങ്കിലും കളിയാക്കുകയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ എടുത്ത് തൂക്കുക എന്നൊക്കെ പറയാറില്ലേ, അവരുടെ എന്താ പറയുക, അവരുടെ പാട്ട് പാടും അല്ലെങ്കിൽ നീ ഒന്ന് ഡാൻസ് കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ പാട്ട് പാടും അല്ലെങ്കിൽ അപ്പം തന്നെ ഡാൻസ് കളിക്കും. ഇത് ബാക്കിയുള്ള ആളുകൾ ഇത് കളിയാക്കുന്നതാണോന്നോ അല്ലെങ്കിൽ ഇവരെ മോട്ടറാക്കുന്നതാണോന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഇവർ മാറും. കാരണം ഇവർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല. കുറേ നിഷ്കളങ്കരായിട്ട് മാറും. ശരിക്കും ഓവർ നിഷ്കളങ്കത ആവശ്യമില്ലാത്തതാണല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് ഇവർ മാറുന്ന ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട്. പാട്ട് പാടാൻ അവർക്ക് അറിയില്ല, പക്ഷെ വെറുതെ പാടുക. അപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർ വെറുതെ കളിയാക്കുക, ഇങ്ങനെ തോണ്ടുക. ഇതൊന്നും, അതായത് അവർ കളിയാക്കുന്ന രീതി അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൂടുമ്പോൾ സംസാരിക്കുന്ന രീതിനെ പറ്റി അറിയില്ല. അങ്ങനെ പല രീതിയിലും അവർ ഔട്ട്ഡേറ്റഡായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പൊന്നും ഇല്ലാതാകുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല അവർക്ക്. അപ്പോൾ അവരെ ചിലപ്പം മണവണാഞ്ചന്മാരെന്നല്ലാണ്ട് വേറൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ ഡയലോഗ് ഈ സിനിമ കാണുന്ന സമയത്ത്, എനിക്ക് ഈ ഡയലോഗ് കേട്ട സമയത്ത്, കണ്ട സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഈ ആളുകളെ കറക്റ്റായിട്ട് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഇതിനേക്കുള്ള കഴിവാണത്. അല്ലെങ്കിൽ ചില ഡയലോഗ് എഴുതുമ്പോൾ ഉള്ള കഴിവാണത്. അത് ഡയലോഗ് എഴുതുന്ന ആളുടെ കഴിവാണ്. പെട്ടെന്ന് നമ്മുടെ ലൈഫായിട്ട് കണക്റ്റ് ആയി പോകും. അങ്ങനത്തെ സിനിമയാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡയലോഗാണ് ഈ ചുരുളിലെ ഈ ഡയലോഗ് എന്ന് എനിക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, ഇത് ഒട്ടുമിക്ക നാട്ടിലും ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത്തരം മണവണാഞ്ചന്മാരെ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.